ഇതിലെ പ്രിപ്പറേഷൻ ഒന്ന് കാണാം. വെല്ലുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒരുമിച്ച് വഴറ്റിയെടുത്ത് ജീരകവും തേങ്ങയും പാടൊന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറണത് വരെ വറുക്കാറില്ല. അതേപോലെ ഒന്ന് വറുക്കുക. നല്ല മറന്ന് പോകണമെന്നൊന്നുമില്ല. പിന്നെ കുറച്ച് മഞ്ഞളും മുളകും പൊടി ആഡ് ചെയ്തെടുത്ത് അതും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ചൂടാക്കിയെടുത്ത് ഈ തേങ്ങൻ്റെ മിക്സും ഉള്ളിയുടെ മിക്സും കൂടെ കൂട്ടി ഒരുമിച്ച് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. നല്ല വെണ്ണ പോലെ മഷി പോലെ അരിയണം എന്നൊക്കെ പറയില്ല, അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റിയായൊരു മീൻ കറി കിട്ടും. നമ്മൾ അതിന് വേണ്ടി മൺകലം ഒന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ചെറിയൊരു സ്പൂണെന്നൊന്നും പറയില്ല, ഒരു തുള്ളി വെളിച്ചെണ്ണ ഒരു സ്പൂൺ വരെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് പുളിവെള്ളവും നമ്മൾ അരച്ച് വെച്ച മിക്സും കൂടെ നന്നായിട്ട് ഇറത്തി പച്ചമുളകും തക്കാളി കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ പൊടികളൊന്നും ആഡ് ചെയ്യണില്ല, തേങ്ങയിലിട്ട പൊടി മാത്രമുള്ള ആഡ് ചെയ്യണം. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ചിട്ട് ഇതേമാതിരി വരുമ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്തെടുക്കാം. മത്തി കൊണ്ടോ മയിൽ കൊണ്ടോ എന്ത് മീൻ കൊണ്ട് വെക്കുക. ഇവിടെ ഒരു കഷ്ണ മീനായിരുന്നു, അപ്പോൾ അതുകൊണ്ടുള്ള കറിയാണ്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മളതൊന്ന് ഉള്ളി തൂമിച്ചെടുത്ത് അതിൽ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച പാട് അളക്കണമെന്നില്ല, അങ്ങനെ അടച്ച് വെച്ചാൽ ഇതൊക്കെ കറിവേപ്പിലയും കൊണ്ട് ഒഴിച്ച് കൊണ്ട് അങ്ങനെ അടച്ച് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ കറി 1 മണിക്കൂറൊക്കെ റെസ്റ്റ് വെച്ചിട്ട് കൂടി കഴിക്കാം. അപ്പോൾ നമുക്ക് ഉപ്പേരി റെഡിയാക്കി പിന്നെ നമ്മൾ മീനും ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്ത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. അടിപൊളിയായി നല്ല ടേസ്റ്റോട് കൂടെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇൻഷാ അല്ലാഹ്.